പ്രിയങ്കയുടെ വസതിക്ക് മുന്നിൽ ആഘോഷം, പ്രവർത്തകരുടെ ആഘോഷമുണ്ട് എന്ന് കേൾക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. സത്യപ്രതിജ്ഞ വലിയ ആഘോഷമാക്കാനാണ് അവിടുത്തെ പ്രവർത്തകരുടെ ആലോചന. സത്യപ്രതിജ്ഞയെ ബന്ധപ്പെട്ടാണ് ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷ പ്രകടനം. പ്രിയങ്ക ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്നും വിനീത വിജി ചെയ്യുന്നുണ്ട്. വിനീത, അപ്പോൾ പ്രിയങ്ക വയനാടിൻ്റെ MP ആയി പാർലമെന്റിലേക്ക് പോകുന്നത് ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ, അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിന് സമീപമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ്. വലിയ ആവേശമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. പൂക്കളൊക്കെയായി പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. बहुत खुशी है ना? हाँ, बहुत खुशी है. जो हमारा सपना था वो पूरा हो गया. प्रियंका गांधी के आने से हमें बहुत खुशी है. वो सेलिब्रेशन हमें बहुत खुशी है कि हमारी नेता 20 साल के बाद दूसरी इंदिरा गांधी जी आई हैं. हमें बड़ी खुशी है कि हमारी नेता आगे प्रधानमंत्री बने. पार्लियामेंट में राहुल गांधी का हाँ, बिल्कुल आएंगे. दोनों बहन भाई मिलके आएंगे. महिलाओं के सम्मान के लिए लड़ाई लड़ेंगे, गरीब के लिए लड़ेंगे, मजदूर के लिए लड़ेंगे, किसान के लिए लड़ेंगे, पार्लियामेंट में लड़ेंगे, सड़क पे लड़ेंगे. पूरा खुशी है. बहुत खुशी है. हमको बहुत खुशी है. प्रियंका गांधी जी हमारी प्रधानमंत्री बने और दोनों बहन भाई मिलकर समाज का सुधार करें और बहुत बढ़िया है. ഹാഷ്മി, വലിയ ആഘോഷവും ആവേശവും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. അവർ ഏതാണ്ട് അരമണിക്കൂറിന് മുൻപേ ഇവിടെ എത്തി. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വരവ് ഇവിടെ നിന്ന് അല്പസമയത്തിനകം സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പുറപ്പെടും. അവിടെ നിന്നാണ് പാർലമെന്റിലേക്ക് പോകുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടാകും. വലിയ ആവേശത്തോടെ തന്നെയാണ് ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ സത്യപ്രതിജ്ഞയൊക്കെ തന്നെ കാണുന്നത്. അവർ സൂചിപ്പിച്ചതുപോലെ ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെയും ശബ്ദം പാർലമെന്റിൽ കേൾക്കുന്നത് പ്രതിപക്ഷത്തിനൊക്കെ വലിയ ആവേശം കൂടി നൽകുന്നതാണ്. ഏതാണ്ട് അല്പസമയത്തിനകം പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിളക്കമാർന്ന വിജയത്തോടു കൂടിയാണ് പാർലമെന്റിലേക്ക് പ്രിയങ്ക എത്തുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാവുന്നത്. പ്രതിപക്ഷവും വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. ഹാഷ്മി. ഓക്കെ, വിനിത വിജിയാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്. ദൂസരി ഇന്ദിരാഗാന്ധി എന്ന് പറയുകയാണ്, രണ്ടാമത്തെ ഇന്ദിരാഗാന്ധി എന്നാണ് പ്രവർത്തകരുടെ ആവേശം. മാത്രമല്ല പാർലമെന്റിൽ സമരം നടത്തും, സടക്കിലും സമരം നടത്തും, റോഡിലും സമരം നടത്തും എന്നൊക്കെ ആവേശപ്പെടുകയാണ്. എന്തായാലും അത് വലിയ ആഘോഷമാക്കാൻ പോകുന്നു പ്രവർത്തകർ.